CSI സഭയും അതിലുള്ള ദക്ഷിണ കേരള മഹായിടവകയും ഇന്ന് വാർത്തകൾ ഇടം പിടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണക്കാരായവർ പലതരത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്, അവരുടെ ഭാഗം ന്യായീകരിക്കുവാനായിട്ട്. പക്ഷേ അതിന്റെ ശരിയായ വശങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതിൽ ED കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ED ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നു, അവർ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ED കേസ് ഉണ്ടായത്, ED കേസിൽ ആരൊക്കെയാണ് പ്രതികൾ, ED കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ വിശദീകരിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരക്കോണം മെഡിക്കൽ കോളേജ് സഭയ്ക്ക് അനുഗ്രഹമായ ഒരു സ്ഥാപനമാണ്. നമ്മുടെ പൂർവികരുടെ കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ ഫലമായി ഒട്ടനവധി സ്ഥാപനങ്ങൾ ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരക്കോണം മെഡിക്കൽ കോളേജ്. കാരക്കോണം മെഡിക്കൽ കോളേജ് വന്നതുകൊണ്ട് നമ്മുടെ SIUC വിഭാഗത്തിൽ ഉൾപ്പെട്ട CSI സഭയിൽ ഉൾപ്പെട്ട ഒട്ടനവധി കുട്ടികൾ MBBS പഠനം പൂർത്തിയാക്കി ഡോക്ടർമാരായി നമ്മുടെ ഈ സമൂഹത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ ധർമ്മരാജ റസാലം 2011 ബിഷപ്പായി വന്നു. അതിനുശേഷം ഈ ധർമ്മരാജ റസാലം ബിഷപ്പ് ബെനറ്റിനെയും TT പ്രവീണിനെയും കൂട്ടുപിടിച്ച് അവരുടെ സ്വയലാഭത്തിന് വേണ്ടിയിട്ട്, തങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുകയും അതിലൂടെ വ്യാജ സീറ്റ് കച്ചവടം നടത്തി വ്യാജ രേഖകൾ ചമച്ച് സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാരക്കോണം മെഡിക്കൽ കോളേജ് മാത്രമല്ല, പോളിയോ ഹോം, അതുപോലെ തന്നെ നമ്മുടെ മുളയറ കോളേജ്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് എവിടെയെല്ലാം കൊള്ളയടിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർ കൊള്ളയടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മോടൊപ്പം സംസാരിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് MM ചർച്ച് മെമ്പറും മുൻ മന്ത്രി VJ തങ്കപ്പൻ അവരുടെ മകനും ഒപ്പം ഈ കേസുകളുടെ തുടക്കം മുതൽ ED കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ഇതിന്റെ പിന്നിൽ നിന്ന് അധ്വാനിച്ചതുമായ VT മോഹൻ അവരുകളാണ്. സഭയ്ക്കുള്ളിലുള്ള അഴിമതി പുറത്തു പറയരുത് എന്നും സഭയ്ക്ക് നാണക്കേടാണ് എന്നും നമ്മുടെ പല ആൾക്കാരും പറഞ്ഞു വരുത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു ED കേസ് എന്ന് പറയുന്നത് ഈ സഭയുടെ ഒരു നവീകരണത്തിന്റെ തുടക്കമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ED കേസ് കൊടുക്കാനുള്ള കാരണം ഇപ്പൊ ഈ ഒരു നമ്മുടെ CSIയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കേരള മഹായിടവകയുമായി ബന്ധപ്പെട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? 2018 കാരക്കോണം മെഡിക്കൽ കോളേജ് ചെയർമാനായ ധർമ്മരാജ റസാലം 17/6/2018 സർക്കാർ ഒരു സീറ്റ് മാട്രിക്സ് കൊടുക്കുന്നു. ആ സീറ്റ് മാട്രിക്സിൽ 13 CMS ആംഗ്ലിക്കൻ സഭയ്ക്ക് 13 സീറ്റ് ചോദിച്ചുകൊണ്ടാണ് കൊടുത്തത്. പക്ഷെ 23/6/2018 ഇടതുപക്ഷ സർക്കാർ എല്ലാ സീറ്റിനും SIUC നാടാർക്ക് നൽകി ഉത്തരവിറക്കി. എന്നാൽ 23-ാം തീയതി ശനിയാഴ്ചയും 24-ാം തീയതി ഞായറാഴ്ചയും 25 തിങ്കളാഴ്ച രാവിലെ ഈ ധർമ്മരാജ റസാലൻ മുഖ്യമന്ത്രിക്ക് പുതിയൊരു സീറ്റ് മാട്രിക്സ് വേണമെന്നും പറഞ്ഞ് വീണ്ടും കത്ത് കൊടുക്കുന്നു. അങ്ങനെ അതേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ രാജീവ് സദാനന്ദ് എന്ന് പറയുന്ന IAS ഓഫീസർ, അന്ന് പുള്ളി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, അന്ന് തന്നെ രാത്രി 7:45 മണിക്ക് പുതിയ ഉത്തരവ് ഇറക്കി 18 ആംഗ്ലിക്കൻ വിദ്യാർത്ഥികൾക്ക് MBBS അഡ്മിഷൻ ലഭിക്കത്തക്ക രീതിയിൽ സീറ്റ് മാട്രിക്സ് ഇറക്കുകയുണ്ടായി. അന്ന് രാത്രി 7:45 ഡോക്ടർ ബെനറ്റ് എബ്രഹാമാണ് ആ ഉത്തരവുമായി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിയത്. അതിനെതിരെ ഞാൻ വിജിലൻസ് പരാതി കൊടുക്കുകയും വിജിലൻസ് ആ കേസ് അന്വേഷിക്കാതെ അത് വിടുകയുമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് 2018 അഡ്മിഷൻ ലഭിക്കാത്ത 24 വിദ്യാർത്ഥികൾ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയെ സമീപിക്കുകയും അതിനോടൊപ്പം വെള്ളട പോലീസിൽ പരാതി നൽകുകയും ഉണ്ടായി. വെള്ളട പോലീസ് ഒരു പരാതിയിൽ FIR എടുക്കാത്തത് കാരണം ഇവർ CM വിട്ട് നേരിട്ട് കോടതിയിൽ പോയി FIR എടുക്കുകയും അവിടെ നിന്നും ഒരു അന്വേഷണം നടക്കാത്തതിനാൽ അതിൽ 5 പേർ, ഞാൻ ഉൾപ്പെടെയുള്ള 5 പേർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണത്തിനാണ് ഉത്തരവിന് വേണ്ടി പോയത്. അന്ന് കേരള സർക്കാർ പറഞ്ഞു ഇത് ഞങ്ങൾ 3 കോടിയിൽ മേലുള്ള അഴിമതിയായതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാമെന്നും പറഞ്ഞാണ് ഉത്തരവിറക്കിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരിടത്തും എത്തിയില്ല, അതും അവർ അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ EDയെ സമീപിക്കുന്നത്. ED സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചു. അതെല്ലാം കൊടുക്കുകയും 19-ലധികം പേർ EDക്ക് മൊഴി നൽകുകയുണ്ടായി. ഞാൻ തന്നെ 8 പ്രാവശ്യം പോയാണ് ED ഓഫീസിൽ പോയി മൊഴി നൽകുകയും
തെളിവ് നൽകുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 25/7/2022 അന്നത്തെ മോഡറേറ്ററായിരുന്ന ധർമ്മരാജ് സറാത്തിന്റെ വീടും കാരക്കുളം മെഡിക്കൽ കോളേജും ബെനറ്റ് ബ്രാവോന്റെ വീടും ടി പ്രഭുവിന്റെ വീടും ED ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രവീണിന്റെ വീട്ടിൽ ഇരുന്ന എല്ലാ ക്യാമറകളും അടിച്ചു മാറ്റുകയും അവിടെ നിന്ന് എല്ലാ കമ്പ്യൂട്ടറും അടിച്ചു മാറ്റി അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ എല്ലാം മാറ്റുകയുണ്ടായി. അത് പിന്നെ അറിയുന്നത് തമിഴ്നാട് പോലീസിന് ഇവർ വിവരം അറിയിച്ചപ്പോൾ അവർ ആ ഒറ്റ കൊടുത്തതിന്റെ കാരണത്തിലാണ് ഇവർ മാറ്റേണ്ടി വന്നത്. പക്ഷെ രണ്ടാമത് അതെല്ലാം ED ഉദ്യോഗസ്ഥർ അത് തിരിച്ചെടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 26/7/2022 ധർമ്മരായ പ്രസാദത്തിന് എയർപോർട്ടിൽ നിന്നും തിരിച്ചയക്കുകയുണ്ടായി ED ഉദ്യോഗസ്ഥർ. അതാണ് അതിന്റെ തുടക്കം. അതായത് SIUC കുട്ടികൾക്ക് ന്യായമായി കിട്ടേണ്ട സീറ്റ് ആംഗ്ലിക്കൻ സഭയ്ക്ക് വ്യാജരേഖ ഉണ്ടാക്കി മറച്ചുവിറ്റതിലൂടെ സീറ്റ് നഷ്ടമായി. ആ സീറ്റ് നഷ്ടമായതിനുള്ള വേദന കാരണമാണ് ഈ ഒരു ED കേസിലേക്ക് പോകാനുള്ള കാരണം. അതെ, അതാണ് ശരിയും. അത് മാത്രമല്ല, അതിനുശേഷം ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരുപാട് തെളിവ് ലഭിക്കുകയും കള്ളപ്പണം വെളുപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിന്റെ രേഖകൾ എടുക്കുകയും അതെല്ലാം ഞങ്ങൾ ED ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. ഇപ്പൊ ED കേസ് അതിനെ കുറിച്ച് പറഞ്ഞു, എന്തുകൊണ്ടാണ് ED കേസ് കൊടുക്കാനുണ്ടായിട്ടുള്ള ചേതോവികാരം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിലെ പ്രതികൾ, അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഓഫ് കൾപ്രിറ്റ്സ് ആരൊക്കെയാണ് 1, 2, 3 പ്രതിസ്ഥാനത്ത് വരുന്നത് ആരൊക്കെയാണ്? ഒരു കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രത്തിൽ 1-ാം പ്രതി എന്ന് പറയുന്നത് കാരക്കുളം മെഡിക്കൽ കോളേജാണ്. 2-ാം പ്രതി എന്ന് പറയുന്നത് ധർമ്മരാജ റസാലമാണ്. അതേ 2-ാം പ്രതിയാകാൻ കാരണം 24 കുട്ടികളിൽ നിന്ന് ഏകദേശം 4.5 കോടി രൂപയോളം ഇദ്ദേഹം വാങ്ങിക്കുകയും അവർക്ക് അഡ്മിഷൻ നൽകാതിരിക്കുകയും ചെയ്യുന്നത് മൂലം ഇദ്ദേഹം ഒരു അഫിഡവിറ്റ് അഡ്മിഷൻ സൂപ്പർവൈസർ കമ്മിറ്റി നൽകുകയുണ്ടായി. അതിൽ പറയുന്നത് ഈ പൈസ ഞാൻ വാങ്ങി, ആ പൈസ ഞാൻ ഒരു സെക്കൻഡ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം അഫിഡവിറ്റ് കൊടുത്തത്. പക്ഷേ EDയുടെ ഒരു അന്വേഷണത്തിലും ആ കോളേജ് ഒരു സെക്കൻഡ് അക്കൗണ്ട് കണ്ടുപിടിക്കുകയോ ആ പൈസ എവിടെ നിന്ന് പോയെന്ന് കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്യാത്തത് മൂലം അത് കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ED ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുകയും അദ്ദേഹം 2-ാം പ്രതിയാകുകയും ചെയ്തു. 3-ാം പ്രതി എന്ന് പറയുന്നത് കാരക്കുളം മെഡിക്കൽ കോളേജിലെ ഡയറക്ടർ അയക്കുന്ന ഡോക്ടർ ബെനറ്റ് എബ്രഹാമാണ്. 4-ാം പ്രതി എന്ന് പറയുന്നത് അന്ന് ഈ പൈസ എന്നെ തിട്ടപ്പെടുത്തി വാങ്ങിച്ചത് ആയിരുന്ന അന്നത്തെ കൺട്രോളായിരുന്ന P. തങ്കരാജ്. 4-ാം പ്രതി എന്ന് പറയുന്നത് 5-ാം പ്രതി എന്ന് പറയുന്നത് അന്ന് അവിടെ സ്റ്റാഫായിരുന്ന ഷിനി. 6-ാം പ്രതി എന്ന് പറയുന്നത് ടി പ്രവീൺ. ഇവരാണ് കുറ്റപത്രം കൊടുത്തലെ കേസിലെ പ്രതികൾ. ഇനി 2 കുറ്റപത്രം കൂടെ ED ഉദ്യോഗസ്ഥർ കോടതി കൊടുക്കാനുള്ള അതിന്റെ പണിപ്പുരയിലാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഇപ്പോ ഈ ടി പ്രവീണ്, അതുപോലെ തന്നെ ബെനറ്റ് എബ്രഹാം, ധർമ്മരാജ് റസാൽ ഇവരെ ED ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ആ ചോദ്യം വിളിച്ച ശേഷം ഇവര് ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ സഭയിലുള്ള സഭാചരങ്ങൾ പറയുന്നത് ED ഇവരെ ഒന്നും ചെയ്യത്തില്ല, കാരണം ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു വസ്തുത നമ്മൾ എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള കാര്യം ജനങ്ങളെ നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താം? കാരണം ഈ ED കേസ് നിലനിൽക്കുമോ ഇല്ലയോ? ED കേസ് നിലനിൽക്കും. കാരണം അത്രത്തോളം തെളിവുകൾ ഞാനും കൊടുത്തിട്ടുണ്ട്, പരാതിക്കാരും കൊടുത്തിട്ടുണ്ട്, അവരുടെ നേതൃത്വത്തിൽ അവർ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കുറ്റവാളികൾ ED കേസൊന്നും രക്ഷപ്പെടില്ല. ശിക്ഷിച്ചേ അവർ പോകത്തുള്ളൂ. അവർ ഈ പറയുന്ന 3 പേര്, ധർമ്മരാജ റസാലായാലും ബെനറ്റ് എബ്രഹാമായാലും ടി പ്രവീണായാലും, അവർ 3 പേരും ശിക്ഷ അനുഭവിച്ചിരിക്കും. ഇപ്പോ ഈ 3 പ്രതികളും ശിക്ഷ അനുഭവിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ, നമ്മളിപ്പോ ED കേസിന് കൊടുത്ത തെളിവുകൾ നമ്മളിപ്പോ പൊതുസമൂഹത്തിൽ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പല സോഷ്യൽ മീഡിയയിലും പ്രചരിച്ച ഒട്ടനവധി തെളിവുകളുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് എന്തൊക്കെയാണ്? എല്ലാം പറയണമെന്നില്ല, കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് പൊതു മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള തെളിവുകൾ മാത്രം പറഞ്ഞാൽ മതിയാവും. ED കേസിൽ ഒരു തെളിവ് എന്ന് പറയുന്നത് ധർമ്മരാജ റസാലൻ കൊടുത്ത ആ അഫിഡവിറ്റാണ് ഒരു തെളിവ്. 2-ാം തെളിവ് എന്ന് പറയുന്നത് കാരക്കുളം മെഡിക്കൽ കോളേജിൽ 2013 മുതൽ 2019 വരെ 33 കോടി രൂപ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും മുൻകൂർ ഫീസായി വാങ്ങിയിട്ട് ഈ 33 കോടി രൂപ അവിടെ കണക്കിൽ വന്നിട്ടില്ല.
ആ കണക്ക് വരാത്ത ആ പൈസ ഇവര് കള്ളപ്പണമായി വെളുപ്പിച്ചതായിട്ടാണ് ഇ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ രേഖകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഈ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു സ്വകാര്യ വ്യക്തി കുറച്ച് പണം മുൻകൂറായി കൊടുക്കുകയും അതിൽ നിന്ന് അവർ ഒരു സീറ്റ് ചോദിച്ചു വാങ്ങിക്കുകയും അതുപോലെ തന്നെ അതിന് പലിശ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധി വരുന്നതാണ്. അത് അവർ ED ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കുകയും ചെയ്തു. മൈക്കിൾ ബിൽഡേഴ്സിന്റെ ഒരു പാർട്ണറായ സിനി എന്ന വ്യക്തിയാണ് 2.5 കോടി രൂപ മെഡിക്കൽ കോളേജിന് കൊടുത്തത്. അതിൽ 2 കോടി രൂപ ബാങ്ക് വഴിയും 50 ലക്ഷം രൂപ നേരിട്ട് കൈക്കൂലിയാണ് കൊടുത്തുള്ളത്. ആ 50 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അവർ കാണിക്കേണ്ടി വരും. ഇവർ മെഡിക്കൽ കോളേജിലെ അതിന്റെ അധികാരികൾ വാങ്ങിച്ച 50 ലക്ഷം രൂപ എവിടെ പോയെന്നതും അവർ കാണിക്കേണ്ടി വരും. അത് കൂടാതെ 2018 മുതൽ ഏകദേശം ഒരു 150 കോടി രൂപയോളം മൈക്കിൾ ബിൽഡേഴ്സിന്റെ പേരിൽ TT പ്രവീൺ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 2015 മുതൽ 2022 ഡിസംബർ 31 വരെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് പോലും ചെയ്തിട്ടല്ല എന്നുള്ളത് ഞങ്ങൾ വിവരാവശ്യം വഴി കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്ത് എടുക്കുകയുണ്ടായി. എന്നാൽ ബിൽഡിംഗ് ചെയ്തു എന്നതിന്റെ പേരിൽ മൈക്കിൾ ബിൽഡേഴ്സ് അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് വാങ്ങിയത്. അത് മാത്രമല്ല, അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി കണ്ടെത്തിയ 4.5 കോടി രൂപ ആ വ്യക്തികൾക്ക് തിരിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ ആ മൈക്കിൾ ബിൽഡേഴ്സിന്റെ ഓർഡറായ TT പ്രവീണിന്റെ ചെറിയ പുള്ളിയിലെ വീട്ടിൽ വെച്ച് ഏകദേശം 2.60 ലക്ഷം രൂപ റെഡി ക്യാഷായിട്ട് ഈ പരാതിക്കാർക്ക് തിരിച്ചു നൽകി. അതിൽ നിന്ന് മുദ്രപത്രങ്ങൾ എല്ലാം എഴുതി വാങ്ങുകയും ചെയ്തു. ഈ എല്ലാ മുദ്രപത്രങ്ങളെയും പകർപ്പും അതിന്റെ മൊഴികളും എല്ലാം ED നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഈ കൊടുത്ത പൈസ എന്ന് പറയുന്ന 2 കോടി ലക്ഷം രൂപ കൊടുത്ത ആ പൈസ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ ബിൽഡിംഗ് ചെയ്തെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും പേരിലുള്ള പൈസ എഴുതി വാങ്ങുകയും അതിന്റെ GST 15% 64 ലക്ഷം രൂപ അത് വാങ്ങുകയും ചെയ്തു. എന്നാൽ GSTയിൽ ഇതുവരെയായി ഞാൻ പരാതി GST കൊടുക്കുന്നവരെ ഒരു പൈസ പോലും GST അടച്ചിട്ടില്ല. അവിടെ ഏകദേശം 10 കോടി രൂപയോളം GST അടയ്ക്കാനുണ്ട്. എന്നാൽ 1 ലക്ഷം രൂപ അടച്ച് അവിടെ താൽക്കാലികമായി നിൽക്കുകയാണ് മൈക്കിൾ ബിൽഡേഴ്സും അതിന്റെ ഭാരവാഹികളും.